അതിഥിയായി എത്തി 2 കുഞ്ഞിക്കിളികൾ, അതിരില്ലാത്ത സന്തോഷവുമായി വീട്ടുകാർ. ദേശമംഗലം ഗവൺമെന്റ് ITIക്ക് സമീപം താമസിക്കുന്ന പൊട്ടിക്കുണ്ടിൽ അഷ്റഫിന്റെ വീട്ടിലാണ് കൗതുകമൂറുന്ന ഈ കാഴ്ച. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അഷ്റഫിന്റെ വീട്ടിലെ ഗ്രില്ലുകൾക്കുള്ളിലൂടെ അകത്തു പ്രവേശിച്ച കുരുവികൾ കൂടുകൂട്ടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ ഗ്രില്ലിൽ തൂക്കിയിട്ട കർട്ടൻ പൈപ്പുകൾക്കും ചുവരിനും ഇടയിലാണ് കുഞ്ഞുകുരുവി കൂടുകൂട്ടിയത്. ഇടയ്ക്കൊക്കെ കൂട്ടിന് മറ്റൊരു കിളി കൂടി സഹായിക്കാൻ വരുന്നത് കാണാമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൂട് നിർമ്മാണം പൂർണ്ണമാവുകയും ഒരു കിളി സ്ഥിരമായി അടയിരിക്കുന്നതും പതിവാക്കിയത്. അടയിരിക്കുന്ന കിളി ഇടയ്ക്കൊക്കെ ഭക്ഷണത്തിലേക്ക് പുറത്തേക്ക് പോകുന്നതും അധികം വൈകാതെ വന്നു വീണ്ടും അടയിരിക്കുന്നതും കണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കൂട്ടിൽ നിന്ന് ചെറിയ ചെറിയ പാഴ്വസ്തുക്കൾ കൊക്കിൽ കോർത്ത് പുറത്തേക്ക് പറന്നു പോവുകയും കിളി ചിലച്ച് ശബ്ദം ഉണ്ടാക്കുന്നതും കണ്ടു. ഒപ്പം തന്നെ മറ്റൊരു കിളിയും കൂടിന്റെ മുകളിൽ വന്നിരുന്നു. ഈ 2 കിളികളും കൂട്ടിലേക്കും പരസ്പരം മുഖത്തേക്കും നോക്കി പലവിധ ശബ്ദം ഉണ്ടാക്കുന്നതും കണ്ടു. പിന്നീട് കിളികൾ പുറത്തുപോയ സമയത്ത് ഗ്രില്ലിന്റെ മുകളിൽ കയറി നോക്കിയപ്പോഴാണ് കണ്ണുകൾ തുറക്കാത്ത, തൂവലുകൾ മുളയ്ക്കാത്ത, പറക്കമുറ്റ 2 കുഞ്ഞിക്കുരുവികൾ പിറവിയെടുത്ത് കൂട്ടിൽ കിടക്കുന്നത് കണ്ടത്. കുരുവി കുഞ്ഞുങ്ങളുടെ ശബ്ദമൊന്നും പുറത്തേക്ക് കേട്ടു തുടങ്ങിയിട്ടില്ല. എങ്കിലും ഇപ്പോൾ അമ്മക്കുരുവി പുറത്തുപോയി കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവുമായി വന്ന് 2 പേർക്കും കൊക്കിലൂടെ പകർന്നു കൊടുക്കുന്നതും ഒപ്പം പലവിധ ശബ്ദങ്ങളാൽ തന്റെ കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ കൊഞ്ചിക്കുന്നതും കൗതുകകരമായ കാഴ്ചയാണ്. ഈ കാഴ്ച കാണാൻ അയൽവക്കത്തുള്ള കുട്ടികളും വന്ന് കാഴ്ച കണ്ട് സന്തോഷം പങ്കുവയ്ക്കുന്നു. സാധാരണ ഇത്തരം ജനവാസമുള്ള വീടുകളിലോ പരിസരത്തോ പക്ഷികൾ കൂടുകൂട്ടാറില്ല എന്ന് പറയപ്പെടുന്നു. പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ കൂടിയായ അഷ്റഫ് ദേശമംഗലത്തിന്റെ വീട്ടിൽ ഭാര്യയും മക്കളും മകനും 6 മാസം പ്രായമുള്ള പേരക്കുട്ടിയുമാണുള്ളത്. അവിടേക്കാണ് അതിഥികളായി 2 കുരുവിക്കുഞ്ഞുങ്ങൾ കൂടി വന്നിരിക്കുന്നത്. വീട്ടിലെ വിശാലമായ സിറ്റ് ഔട്ടിൽ എപ്പോഴും ആളുകൾ വർത്തമാനവും ചിരിയും കളിയുമായി നിറഞ്ഞിരിക്കും. എന്നാൽ അതൊന്നും കുരുവി കുടുംബത്തിന് ഒരു ശല്യമാവാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഇനി കുഞ്ഞുങ്ങൾക്ക് ചിറകു മുളയ്ക്കുന്നതോടെ അവ അമ്മക്കിളിയോടൊപ്പം പറന്നു പോകുമെന്നും അതുവരെ പൂച്ചകളുടെയോ മറ്റ് ജീവികളുടെയോ ശല്യമില്ലാതെ ഈ കുടുംബത്തെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അഷ്റഫിന്റെ കുടുംബം. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.